ോൾ നിങ്ങളെ തന്നെ ആഴത്തിൽ സ്നേഹിക്കാൻ കുറച്ച് വഴികളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ വളരെ സ്പെഷ്യലായ വ്യക്തിയാണ്. അത് നമുക്ക് എപ്പോഴെങ്കിലും സ്വയം തോന്നിയിട്ടുണ്ടോ? എന്നാൽ മനസ്സിലാക്കുക, അതിവിശിഷ്ടമായ വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും. കാരണം ഈ ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയുമില്ല. നിങ്ങൾ ചുറ്റുമുള്ള എല്ലാവരുടെയും സ്നേഹത്തിന് അർഹനായ വ്യക്തിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ സ്നേഹമാണ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത്. അത് മറ്റാരുടേതുമല്ല, നിങ്ങളുടേത് തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സെൽഫ് ലവ് എന്നത് നിങ്ങളോട് തന്നെ ആഴത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമ്മെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ മാറ്റി നല്ലൊരു ജീവിതം ജീവിക്കുക എന്നതാണ്. ഇനി സ്വയം സ്നേഹത്തിലേക്ക് എത്താനുള്ള കുറച്ച് വഴികൾ ഞാനിവിടെ പറയാം. അതിരാവിലെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യം സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദിവസം ആരംഭിക്കാം. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം അത്. നിങ്ങളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും. നിങ്ങൾ എത്ര മിടുക്കരാണെന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ഒരു ശീലമാക്കി മാറ്റുക. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം കളയുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാൻ അവർ ഒരിക്കലും അർഹിക്കുന്നില്ല. നിങ്ങളുടെ നേട്ടങ്ങൾ അത് എത്ര ചെറുതോ വലുതോ ആകട്ടെ, അവ ആഘോഷിക്കുക. നിങ്ങളുടെ നേട്ടങ്ങളിൽ സ്വയം നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിൽ അഭിമാനിക്കുക. അതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. നിങ്ങളുടെ പാഷനെ പിന്തുടരുക. നിങ്ങളെ ഏറ്റവും ആവേശം നിറയ്ക്കുന്നതും അതേസമയം നിങ്ങളെ ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ക്ഷമയോടെ ഇരിക്കുക. നിരന്തരം നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് സെൽഫ് ലെവൽ മാസ്റ്റർ ആകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെന്ന് തന്നെ വരില്ല. ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിലെ കഠിനമായ നിമിഷങ്ങളിൽ നിങ്ങളോട് തന്നെ ദയ കാണിക്കുകയും സ്വയം പിന്തുണയ്ക്കുകയും ചെയ്യുക. ഓരോ നിമിഷവും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അവബോധം ഉണ്ടായിരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കരുത്. നമ്മുടെ ഉള്ളിലുള്ള ഒരു വിമർശകൻ അല്ലെങ്കിൽ വിമർശക നമ്മെ സുരക്ഷിതമാക്കി വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൂർണ്ണമായി ജീവിക്കുന്നതിൽ നിന്ന് ഇത് നമ്മെ തടയുകയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. അതായത് നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ നാം അവരോടും അങ്ങനെ തന്നെ പെരുമാറുകയാണ് വേണ്ടത്. എന്നാൽ എല്ലാവരും അത് തിരിച്ചു നൽകണമെന്നില്ല. പക്ഷേ അത് നിങ്ങളുടെ കുഴപ്പമല്ല, അവരുടെ തന്നെ പ്രശ്നമാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. നോ പറയുന്നത് കൊണ്ട് നിങ്ങളൊരു മോശം വ്യക്തിയാകുന്നില്ല, പകരം സ്മാർട്ടായ വ്യക്തിത്വമാവുകയാണ്. പിന്നെ നിങ്ങളോട് സ്വയം നിങ്ങൾ പുറത്തു കൊടുക്കുക. കുറ്റബോധം തോന്നുന്ന, നാണക്കേട് തോന്നുന്ന അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകാം. അതെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക. കാരണം സംഭവിച്ചു പോയ കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് ഒരിക്കലും ആകില്ല. എന്നാൽ നമ്മുടെ ഭാവിയെ തിരുത്താൻ നമുക്ക് ആകും. പഴയ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നേറാം. എത്ര ശ്രമിച്ചിട്ടും നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവയെല്ലാം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ആ പേപ്പർ ചെറുതായി കീറി കത്തിക്കുക. നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഒരു ചായ കുടിക്കുന്നത് പോലും ആകാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നതും ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നതുമാകാം. സംഗീതം, പെയിൻറ്റിങ്, എഴുത്ത് തുടങ്ങിയ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഉള്ളിൽ സന്തോഷവും ആത്മവിശ്വാസവും നിറയ്ക്കും. നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ, അവരെ കരുതുന്നത് പോലെ നിങ്ങളെയും സ്വയം കരുതുക. ഇനി എഴുന്നേൽക്കാൻ സമയമായി. എഴുന്നേൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുക. നമ്മൾ സ്വയം നമ്മളിലേക്ക് തന്നെ എല്ലാം വളർത്തിയെടുത്താലേ നമുക്ക് ഒരു സ്വയം മാറ്റമുണ്ടാവാൻ 100% സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി തന്നെ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.